എനിക്കും അതുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ഇബ്ലീസ് അടക്കം ശിർക്കിന്റെ ആളുകളിൽ നിന്ന് പരലോകത്ത് ഒഴിഞ്ഞു മാറും, നരകത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ഇതാ ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ഇവർ ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് ഇവർ ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? കേരളത്തിന്റെ മണ്ണിൽ നടന്നുകൊണ്ട് ഇവർ ചോദിക്കുകയാണ്. എന്താണ് അവരുടെ ചോദ്യം? കേട്ടോ, ഇവിടെ വന്ന് പ്രസംഗിച്ച മുജാഹിദ് മൗലവിയുടെ ചോദ്യം തന്നെ. തീർന്നോ? നിങ്ങൾ ആലോചിച്ചേ, ഏതെങ്കിലും ഒരു കവലയില് ഇനി ഈ സദസ്സിലിരിക്കുന്ന മുജാഹിദുകളാണ്, അല്ലാത്തവരെ പറ്റി എല്ലാം പറയും. മുജാഹിദുകളിൽ ഏതെങ്കിലും ഒരാള് ഞങ്ങൾ ഇന്ന മൗലവിന്റെ പ്രസംഗം കേട്ട് ജിന്നിനോട് തേടാമെന്ന് ഇതുവരെ ഞങ്ങള് അത് ശിർക്കാന്നാ മനസ്സിലാക്കി, അതിൽ ശിർക്കില്ല എന്ന് ഞങ്ങൾ ഇതാ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മുജാഹിദിനെ ഹാജരാക്ക്. ഒരൊറ്റ മുജാഹിദിനെ ഞാനിതാ അന്ന മൗലവിന്റെ, ഞാൻ ഇന്ന് പ്രാസംഗികന്റെ, ഇന്ന് സെലഫിന്റെ, ഇന്ന് മദനിന്റെ, ഇന്ന് സലാഹിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാനിതാ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു മുജാഹിദിനെ കൊണ്ടുവരാനാ സാധിക്കോ മന്റെ സഹോദര? സാധിക്കോ? ഇല്ലല്ലോ. കാര്യം എന്താ? മുജാഹിദിൽ ഒരാൾ അങ്ങനെ ഉണ്ടാവൂല. മുജാഹിദായ ഒരാൾ ജിന്നോട് തേടുവോ? ജിന്നോട് തേടാൻ ശിർക്കല്ല എന്ന് പറയോ? പറയില്ല. പറഞ്ഞാൽ ആ സെക്കൻഡിൽ അവൻ ഔട്ടാണ്. കാരണം മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു ആദർശ കൂട്ടായ്മയാണ്. ഒരുത്തൻ ജിന്നോട് തേടാൻ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അവൻ ഔട്ടായി. പിന്നെ നമ്മുടെ നാട്ടിൽ ചില ഹൈന്ദവ സഹോദരങ്ങൾ തന്റെ പെൺമക്കൾക്ക് പേരിടാറുണ്ട് പൊന്നമ്മ, ചില പേരിടും തങ്കമ്മ. എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ മോള് തങ്കന്നാ? അല്ല, മനുഷ്യ സ്ത്രീ തന്നെ, പേരിട്ട് തങ്കമ്മ. അതുപോലെ തന്നെ പൊന്നമ്മ എന്നിട്ടാൽ ഈ പെണ്ണ് പൊന്ന അല്ല, പേരിട്ടതാ പൊന്നമ്മ. ഇതുപോലെ ഏതെങ്കിലും ഉപ്പ തനിക്കുണ്ടായ ഒരു മോന് മുജാഹിദ് എന്ന് പേരിട്ടിട്ട് അവനെങ്ങാനെങ്കിലും വാദിച്ചാൽ അതിന് മുജാഹിദിൽ ഉത്തരവാദിത്തമാണോ? മുജാഹിദിലേക്ക് ഉത്തരവാദിത്തമുണ്ടോ? ഒരു ഉത്തരവാദിത്വം ഇല്ല. അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം എന്നൊരു ആദർശ കൂട്ടായ്മയാണെങ്കിൽ അവിടെ ഒരാൾ പറയാ എന്ത്? ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല. അങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ ഒരിക്കലും അവൻ മുജാഹിദല്ല. നേരെ മറിച്ച് ജിന്നുവാദി ഉണ്ടോ എന്നാണോ ചോദ്യം? മുജാഹിദ് പ്രസ്ഥാനം പുറത്താക്കിയ ജിന്നുവാദികൾ ഉണ്ട് എന്നാണോ ചോദ്യം? ഉണ്ട്. ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് പ്രസംഗിച്ച മൗലവിയുടെ പ്രസംഗം കേട്ട അനുയായികൾ മാത്രമല്ല, മൗലവിമാര് തന്നെ ഉണ്ട്, സ്വലാഹികൾ തന്നെയുണ്ട്. മനസ്സിലാക്കണം. അതിലൊന്നാ ഞാൻ നേരത്തെ കേൾപ്പിച്ചത്. ജിന്നിനോട് ഇരുട്ടത്ത് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് പറഞ്ഞ വാദം. പക്ഷെ ആ വാദം അവിടം കൊണ്ട് അവസാനിച്ചോ? ഇല്ല. നേരെ മറിച്ച് ദാ ശിർക്കല്ല, ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയുന്ന ഒരു മൗലവി നേരത്തെ ഒന്ന് പറഞ്ഞു. ദാ ഒന്നുകൂടി ഹാജരാക്കുന്നു. വീണാൽ സമീപത്ത് ആളില്ലെങ്കിൽ ജിന്നായ പിന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞാലോ? എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ആ ജിന്നന്റെ കൈ പിടിക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല. ഒരു ഉദാഹരണം വരെ, നിങ്ങളും ഒരു ജിന്നും കൂടി മീൻ പിടിക്കുക, ചൂണ്ടലിടുക, അത് ജിന്നു സുഹൃത്ത് അങ്ങനെ വർത്താനം പറഞ്ഞേക്ക് എനിക്ക് ഒരു മീൻ കൊത്തി വലിച്ചു, നിങ്ങളെ കിളിപ്പും പോണു, എടാ ഒന്ന് പിടിക്കടാ ജിന്നേന്ന് പറഞ്ഞു. അത് ചെറുക്ക അതുപോലത്തെ ഒരു സംഗതിയാണ് ആ പറഞ്ഞത്. അത് ശിർക്കാന്ന് ആരെങ്കിലും പറയോ? അത് ശിർക്കാണ്? ഇത് ശിർക്കാണെന്ന് ആരെങ്കിലും പറയോ? ഒരുത്തൻ മീൻ പിടിക്കാൻ പോയി. എങ്ങനെ മീൻ പിടിക്കാൻ പോയത്? ജിന്നു സുഹൃത്തിനെയും കൂട്ടി. ഈ മീൻ പിടിക്കാൻ കൂടെ വരുന്ന ജിന്നു സുഹൃത്ത് ആരാ നമുക്കറിഞ്ഞൂടാ. ജിന്നു സുഹൃത്തിനെയും കൂട്ടി മീൻ പിടിക്കാൻ പോയി. മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ നേരെ പുഴയിലേക്ക് വീണുപോയി. ഇയാൾ എന്താ പറഞ്ഞറിയോ? പിടിക്കടാ ജിന്നേ, കണ്ടോ, പിടിയടാ ജിന്നേ എന്ന് പറഞ്ഞ ശിർക്ക. അത് ശിർക്കാണെന്ന് ആരെങ്കിലും പറയോ? ഒറ്റ ഒരെണ്ണത്തിന് ഹാജരാക്കാനാണ് മൂപ്പര് പറഞ്ഞത്.